ഗൈസ്, നമ്മൾ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്കിത് കേക്ക് തന്നിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. മേരി ക്രിസ്മസ്. ഓക്കെ, ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ക്രിസ്മസ് തലേന്നാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ജനുവരിയിലായിരിക്കും. കാരണം എനിക്ക് എഡിറ്റിങ്ങിന് വേണ്ടി സത്യം പറഞ്ഞാൽ കുറച്ചധികം ടൈം വേണ്ടി വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് തിരക്കാവുമല്ലോ. അപ്പം മൊത്തത്തിൽ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങിന് സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേ ബി ഇത് ജനുവരിയിലായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പം ഇന്ന് നമുക്ക് എത്ര ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ പുതുവർഷ ആരംഭമാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പോൾ നമുക്ക് റൈഡ് കാണാം. സത്യം പറഞ്ഞാൽ സ്വിഗ്ഗി പോകുന്നപ്പോൾ ഭയങ്കര മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അടുപ്പിച്ച് ദിവസങ്ങളിൽ സ്വിഗ്ഗി ഇങ്ങനെ പോകുന്ന സമയത്ത് നടു ഒടിയും. പോരാത്തതിന് ഇപ്പൊ കിട്ടുന്ന ഓർഡർ എന്ന് പറയുമ്പോൾ വലിയ ഓർഡറാണ്. നമുക്ക് 20 ഓർഡർ ഒന്നും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഓടിയ സമയത്ത് 2 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 35 മേലോട്ടാ. ഏറ്റവും ലാസ്റ്റ് 120 രൂപയുടെ ഓർഡർ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഫറോക്കിലേക്കൊക്കെ 12 കിലോമീറ്റർ ആണ് ഞാൻ ഓടിയത്. അപ്പ് ആൻഡ് ഡൗൺ, അതായത് റിട്ടേൺ ബോണസ് അടക്കം നമുക്ക് 120 രൂപ 130 രൂപ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ അടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓടിയ സമയത്ത് 190 കിലോമീറ്റർ ആണ് ഓടിയത്. അതോടുകൂടി എന്റെ പെട്രോൾ ടാങ്ക് മൊത്തത്തിൽ കാലിയായി. 300. മെനഞ്ഞാന്ന് ഞാൻ സ്വിഗ്ഗി വർക്ക് ചെയ്ത സമയത്തുണ്ടല്ലോ, മൊത്തം 190 കിലോമീറ്റർ ഓടിയിട്ടും ആകെ ഞാൻ രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ്, അതായത് 125 രൂപ എനിക്ക് ഇൻസെന്റീവ് കിട്ടുന്ന അത്ര വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. സാധാരണഗതിയിൽ 160 കിലോമീറ്ററോ അല്ലെങ്കിൽ 180 കിലോമീറ്ററോ ഒക്കെ ഓടുന്ന സമയത്ത് നമ്മൾ 22 കംപ്ലീറ്റ് ചെയ്തിട്ട് 310 രൂപയ്ക്ക് ഇൻസെന്റീവ് വാങ്ങിയ ദിവസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ 20 ഓർഡർ ഒന്നും കിട്ടാനേ ഇല്ലടോ. ഒക്കെ വലിയ ഓർഡർ മാത്രം. ഓടി നടു ഓടിയാന്നല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. മെനഞ്ഞാന്നത്തെ മൊത്തം എന്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. പക്ഷെ അതിനകത്ത് തന്നെ 400 രൂപയുടെ പെട്രോൾ എക്സ്പെൻസും 100 രൂപ എനിക്ക് ഫുഡ് എക്സ്പെൻസും വന്ന സമയത്ത് എനിക്ക് ആകെ കിട്ടിയത് 700 രൂപയാണ് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 700 രൂപ കിട്ടാനായിട്ട് നമ്മൾ ശരിക്കും 190 കിലോമീറ്റർ ഒന്നും ഓടേണ്ട കാര്യമില്ല. പക്ഷെ ലോങ് ഓർഡർ കിട്ടുന്ന സമയത്ത് നമുക്ക് വേറെ വഴിയില്ല. ഒന്ന് റിജക്ട് ചെയ്താലും അടുത്തത് കിട്ടുന്നത് അതിനേക്കാൾ വലിയ ലോങ് ഓർഡറാണ്. അപ്പൊ പിന്നെ കിട്ടുന്ന എടുത്ത് പോവാ എന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. പിന്നെ ഇന്നിപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത്. സമയം അങ്ങനെ 10:15 സുഹൃത്തുക്കളെ. നമ്മളിപ്പോ സോണിലെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണാവോ? ക്രിസ്മസ് കേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടോ കോഴിക്കോട്? ഈ ക്രിസ്മസ് കാലം ആഘോഷിക്കൂ സ്വിഗ്ഗിയോടൊപ്പം. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മുതൽ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സിന് വേണ്ടി ക്രിസ്മസ് കേക്ക് വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും യൂണിഫോമിൽ എത്തിച്ചേരുക. ലൊക്കേഷൻ പാരഗൺ ബ്രൗൺ ടൗൺ ഓർഡർ പിക്കപ്പ് പോയിന്റ്, കണ്ണൂർ റോഡ്. പിന്നെ 12:30 മണിക്ക് കേക്ക് കിട്ടാനായിട്ട് ഇനി അവിടെ വരെ പോവല്ലേ. ആ വഴി പോവാണെങ്കിൽ നമുക്ക് പരിപാടി എന്താന്നുള്ളത് ഒന്ന് കേറി നോക്കാം എന്താണ് അവസ്ഥ. ഇന്നിനി ആദ്യത്തെ ഓർഡർ എപ്പടിയോ എന്തോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. യെസ് ഗൈസ്, നമ്മൾ ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. പ്യുവർ സൗത്തിൽ നിന്നും 20 രൂപയുടെ ഓർഡർ. എന്റെ അമ്മോ, താങ്ക് യു അലോട്ട്. ഇപ്പൊ 20 രൂപയുടെ ഓർഡർ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക. കാരണം എനിക്ക് അടിയുന്ന മൊത്തം ഉണ്ടല്ലോ 80, 50, 60 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡറാണ് കിട്ടുന്നത്. ഭാഗ്യം, ആദ്യത്തെ ഓർഡർ തന്നെ ചെറിയ ഓർഡർ ആണല്ലോ. എനിക്ക് ഇപ്പത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ വലിയ ഓർഡർ കിട്ടാന്നല്ല, ചെറിയ ഓർഡർ കിട്ടിയിട്ട് വേഗം ഇൻസെന്റീവ് എണ്ണത്തിൽ അങ്ങോട്ട് തയ്ക്കുക. ചെറുത് എടുത്തിട്ട് ഒരു 310 രൂപ ഇൻസെന്റീവിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ അതാകുമ്പോൾ നമുക്ക് കിലോമീറ്റർ ഭയങ്കര കുറവായിരിക്കും, എന്നാൽ ഏണിങ്സ് അത്യാവശ്യം ഉണ്ടാവും ചെയ്യും. അതായത് വലിയ ഏണിങ്സ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു 500 രൂപ കിട്ടിയാലും ഓക്കെയാണ്. പക്ഷെ നമ്മൾ വലിയ രീതിയിൽ പണി എടുപ്പിക്കാതിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഓർഡർ തന്നെ കിട്ടിയിരിക്കുന്നത് നടക്കാവ് വണ്ടിപ്പേട്ടയുള്ള പ്യുവർ സൗത്ത് റെസ്റ്റോറന്റിൽ നിന്നാണ്. സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ. നമ്മളങ്ങനെ പ്യുവർ സൗത്ത് റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ഓർഡർ ഉണ്ടാവും. കാരണം ക്രിസ്മസ് തലേന്നല്ലേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ഇരിക്കുന്നത് കാണാവുന്നതായിരുന്നു. ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. ഏതോ ഒരു ഫുഡ് അവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ആണോ? ഗീ മസാല ദോശ 0585. വാവ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഓർഡർ. ഇതെനിക്ക് ആകെ കൂടെ ഓടാനുള്ളത് വെറും 300 മീറ്റർ മാത്രമാണ്. ഇവിടുന്ന് പോയി നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും റൈറ്റ് എടുത്തുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തി. ഇങ്ങനത്തെ ഓർഡറാണ് ഞാൻ കണ്ട സ്വപ്നം. ഇതിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ടോട്ടലി, അതായത് നമുക്ക് ഓർഡർ കിട്ടിയ സ്ഥലത്ത് നിന്ന് റെസ്റ്റോറന്റ് ടു കസ്റ്റമർ ലൊക്കേഷനോ ഏറിപ്പോയാൽ ഒരു 1/2 കിലോമീറ്റർ തികച്ചുണ്ടാവില്ല. അത്തരത്തിലുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പെട്രോൾ എക്സ്പെൻസ് വെറും 2 രൂപ 1 രൂപ മാത്രമേ വരുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്നത് 20 രൂപയ്ക്ക് അടുത്താണ്. ബാക്കി 18 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ ആണ് എലൈറ്റ് ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇത് നേരെ കാണുന്നതാണ് എലൈറ്റ് ആർക്കേഡ്. ഫസ്റ്റ് ഫ്ലോറിലാണ് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത്? ഇതിൽ തന്നെയാണോ? വിളിച്ചാലും എടുക്കൂല. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലുണ്ടേ. നവീന്റെ ഓർഡർ ആണോ?
ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 20 രൂപ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഓർഡർ. ഇനി ഇപ്പൊ കിട്ടുമെന്തോ. ദേ അടുത്ത ഓർഡർ കിട്ടി 22 രൂപ മതി ദോശക്കടയിൽ നിന്ന്. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തന്നെ ഒരു 22 ഓർഡർ നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ 1500 റുപ്യ ഉണ്ടാവും. പെട്രോൾ അടിക്കാനുള്ള പൈസ നമുക്ക് ഇൻസെന്റീവ് കൂടെ കിട്ടും ചെയ്യും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് 22 രൂപയുടെ ഓർഡറാണ് സുഹൃത്തുക്കളെ. ദോശക്കട റെസ്റ്റോറന്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫുള്ള് ദോശയാണല്ലോ ഇന്ന്. നമ്മളിപ്പോ കൊടുത്ത ഓർഡർ ഒരു മസാല ഗീ റോസ്റ്റ് ആണ്. അപ്പൊ എന്നാ നേരെ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് വിട്ടാലോ? അയ്യോ ഇതേതാ ബൈക്ക്? 150cc എൻടോർക്കോ. നല്ല രസമുണ്ടല്ലോ കാണാൻ. അതിന്റെ കളർ ടോൺ നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ദോശക്കടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫുഡ് റെഡി ആയിട്ടില്ല. അതിനിടയ്ക്ക് സെൽഫി ചോദിക്കുന്നു. 2 വട 2 ഗീ റോസ്റ്റ്. ഇതാണ് ഓർഡർ. റെഡി അടിച്ചില്ല. 47.62. യെസ് ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് നമുക്കൊരു 200 മീറ്റർ ബാക്കോട്ട് മാത്രമാണ് ഗൈസ്. ഇത് നോക്കിക്കോ, ഇവിടുന്ന് ഒരു 3-ാമത്തെ 4-ാമത്തെ ഓർഡർ ഉറപ്പായിട്ടൊരു 100 രൂപയുടെ ഓർഡർ ആയിരിക്കും. അതാണെങ്കിൽ ഉഗാണ്ടക്കുള്ള ഓർഡർ ആയിരിക്കും ഗൈസ്. ഒരു 12 കിലോമീറ്റർ അതും കൊണ്ട് പോകാനുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പെന്റഗൺ സീഷെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. വെറും 300 മീറ്റർ മാത്രമേ നമുക്ക് പോകാനുള്ളൂ. അപ്പൊ ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അയ്യോ, പാരഗൺ റെസ്റ്റോറന്റിൽ നിന്നും 32 രൂപയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. എന്റെ മോനെ, ഇന്ന് എനിക്ക് പാരഗൺ റെസ്റ്റോറന്റിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര ഡെലിവറി എക്സിക്യൂട്ടീവ് ആണെന്നറിയോ കാത്തു നിൽക്കുന്ന ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നല്ലോ. കേക്ക് കഴിഞ്ഞു ആവോ, സമയം ഇപ്പൊ 1:30-2 മണി ആവാറായി. 12:30 മണിക്കായിരുന്നു കേക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം 12:30 എന്ന് പറയുമ്പോൾ ഒരു 12:45, 12:50, 1 മണി ആവുമല്ലോ. ആ കണക്കിന് വെച്ച് നോക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് കേക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. എനിക്ക് കുറച്ച് മുന്നേ പാരഗൺ റെസ്റ്റോറന്റിൽ നിന്ന് ഓർഡർ കിട്ടിയ സമയത്ത് ഞാൻ നോക്കുമ്പോടാ 10-20 ഡെലിവറി ബൈക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ് ഓർഡറിന് വേണ്ടിയിട്ട്. എന്റെ അമ്മ, ഇത്രയും ഓർഡറൊക്കെ ഇവന്മാർക്ക് എങ്ങനെ കിട്ടണമെന്ന് ആലോചിക്കുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, സമയം ഇപ്പൊ 2 മണി ആവാറായിരിക്കുകയാണ്. നമ്മളിപ്പോ ടോട്ടലി 54 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. എത്ര ഏർണിങ്സ് ആയി എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് വലിയ രീതിയിലുള്ള ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം ഇന്നത്തെ ഓർഡർ എനിക്ക് കിട്ടിയത് 56 രൂപയും കണ്ടങ്ങാണ്ടാണ് ഓർഡർ കിട്ടിയത്. അത് കൂടുതലൊന്നും വലിയ എമൗണ്ട് ആയിട്ടുള്ള ഓർഡർ എനിക്ക് ഇന്ന് കിട്ടിയിട്ടില്ല. സമാധാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ 54 കിലോമീറ്ററിൽ ഒതുങ്ങി നിൽക്കുന്നത്. അതായത് ഇനിയൊരു 2 ഓർഡറും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സ്ലാബ് അങ്ങ് തീരും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ പോയ സമയത്ത് 190 കിലോമീറ്റർ ഓടിയപ്പോഴാണ് രണ്ടാമത്തെ സ്ലാബ് ആയത് എന്നുള്ളത്. തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഡെലിവറി എക്സിക്യൂട്ടീവിന്റെ മേളമാണ് ഗൈസ്, മേളം. എങ്ക പാത്താലും നിങ്ങളോ. ഞാൻ ഇവിടെ വന്നിനേ 12:30 വന്നിനേ. അപ്പൊ കേക്ക് വന്നില്ല. 12:45. എന്ത് കേക്കാ? ഓ, പ്ലം കേക്കോ? നോട്ടെ, വീഡിയോ കാണിക്കട്ടെ. ഗൈസ് ഇതാണ് നമുക്ക് സ്വിഗ്ഗി തന്ന പ്ലം കേക്ക്. ഇത് എനിക്ക് കിട്ടിയിട്ടല്ല, ബ്രോക്ക് കിട്ടിയതാണ്. ഗൈസ്, നമ്മൾ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്കിത് കേക്ക് തന്നിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. മേരി ക്രിസ്മസ്. ഓക്കെ, നമ്മുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു കേക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലം കേക്ക്. അടിപൊളി, നല്ല ക്വാളിറ്റിയുള്ള കേക്കാണല്ലോ. ഉള്ളിൽ നട്ട്സും പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, 45 മിനിറ്റാണ് വെയിറ്റ് ചെയ്ത്. എന്റെ പൊന്നളിയോ, ഇതെനിക്കൊന്ന് ഓൾറെഡി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളപ്പോ അവിടെ പറഞ്ഞ സമയത്താണ് പുള്ളിക്കാരൻ പോയി നോക്കിയത്. പറഞ്ഞിട്ടില്ല, ഇപ്പോഴും കിട്ടൂല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സർജുള്ള സമയത്തും അതുപോലെ തന്നെ പീക്ക് ടൈമിലൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഓർഡർ കിട്ടാത്തതാണ് നല്ലത്, പാരഗൺ റെസ്റ്റോറന്റിലേക്ക്. കാരണം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു 1/2-3/4 മണിക്കൂർ ഡിലേ അടിക്കും. അപ്പൊ ഗൈസ്, ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ സ്വിഗ്ഗിയുടെ ഹാൻഡലർ നിപ്പുണ്ടാവും. കസ്റ്റമർ അടുത്ത് ഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഹാൻഡലർക്ക് ഫുഡ് കൈമാറണം. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ ഫുഡ് കിട്ടാനായിട്ട് നമുക്കിപ്പോ 1 മണിക്കൂർ ഡിലേ ആണല്ലോ. അപ്പൊ കസ്റ്റമർ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടാവും ഓർഡർ ചെയ്തിട്ട്. അപ്പൊ ഈ 1.5 മണിക്കൂർ കൊണ്ട് ട്രെയിനിലുള്ള കസ്റ്റമർ ഏകദേശം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ എത്താനായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ഇൻ കേസ് നമ്മൾ എത്തുന്നതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുക്കാണ്ട് പോകണ്ടേ. അപ്പൊ ഫുഡ് മൂപ്പർക്ക് മിസ്സാവൂലേ. എന്താണെങ്കിലും നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പുള്ളിക്കാരൻ എപ്പോ വേണമെങ്കിലും വന്ന് എടുക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലോ. വണ്ടി വെക്കാൻ പോലും ഒരു ഇടമില്ലല്ലോ. റെബിനാണോ?
അങ്ങനെ ഉച്ചയ്ക്ക് സർജ് തീരാറാവുമ്പോഴത്തേക്കും നമുക്ക് 34 രൂപയുടെ കുണാഫ ഹബ്ബിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, സർജ് അങ്ങ് തീരും. ആക്ച്വലി ഈ കുണാഫ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് കുണാഫ. ഈ സേമിയോ വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണെന്ന് കണ്ടപ്പം എനിക്ക് മനസ്സിലായി. അത് തന്നെയാണോ ഈ സംഭവം? ഇതിനിടയിൽ ട്രെൻഡായ ഒരു സംഭവം ഉണ്ടാവല്ലോ, കുണാഫ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡയറി മിൽക്കിന്റെ അകത്ത് ഫുൾ കുണാഫ ആയിട്ടുള്ള ഒരു പരിപാടി, ഒരു പച്ച പിസ്താക്കെ ആയിട്ട്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല. എന്താണ് കുണാഫ എന്നുള്ളതൊക്കെ ഒരു പ്രാവശ്യം പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് കുണാഫ ഹബ്ബിൽ നിന്നാണ്. ഇത് നമ്മുടെ 12ാമത്തെ ഓർഡർ ആണ് സുഹൃത്തുക്കളെ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2ാമത്തെ ഇൻസെന്റീവ് സ്ലാബ് അങ്ങനെ കംപ്ലീറ്റ് ആകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കണോ പോണോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. രാത്രി നമുക്ക് സർജ് അവൈലബിലിറ്റി ഉണ്ട്. എന്റെ മൈൻഡ് പോലെ നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. നോക്കിയാൽ ചിലപ്പോ നിൽക്കും, ചിലപ്പോ നിൽക്കൂല. അപ്പൊ ഇതാണ് ഗൈസ് കുണാഫ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ റെസ്റ്റോറന്റ്. ഓർഡർ റെഡി ആയിട്ടുണ്ടോ? 6663 OTP. ഈ ഐറ്റത്തിന്റെ പേര് സലാന കാട്ടിയ എന്നാ. ഓരോ ഹിന്ദി നടിമാരുടെ പേര് പോലെ ഉണ്ട്, സലാന കാട്ടിയ. അപ്പൊ ഗൈസ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് PV സമി ഹോട്ടലിലുള്ള ഹോട്ടൽ മെട്രോ എംപയറിലേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. സോ ഗൈസ് ഇതാണ് നമ്മുടെ മെട്രോ എംപയർ എന്ന് പറയുന്നത്. നമുക്ക് ബൈക്ക് ഇവിടെ നിർത്താം. പുള്ളിക്കാരൻ റൂം നമ്പർ എഴുതിയിട്ടില്ലല്ലോ. ഹലോ, സ്വിഗ്ഗി എന്നാണ്. റൂം നമ്പർ എത്രയായിരുന്നു? 1005. സമയം 2:52 ഒരു ഓർഡറും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ 3 മണിന്റെ മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സർജ് ഉള്ളതായിരിക്കും. സോ ഒന്നും കൂടെ പെട്ടെന്ന് തരുമോ? ഈ ഹോട്ടലിലൊക്കെ നമുക്ക് സുഖം, കാരണം ഉള്ളോട്ട് കയറണ്ട. ഭാഗ്യം ഒരു ഓർഡറും കൂടെ നമുക്കിപ്പോ കിട്ടി കഴിച്ചു. വീണ്ടും പാരഗൺ. എന്തിനാണ്? അപ്പൊ ഗൈസ് 12 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 13ാമത്തത് അടിച്ചത് നമുക്ക് വീണ്ടും പാരഗൺ തന്നെയാണ്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റിൽ ഓർഡർ ഇടുന്നത് പാരഗൺ എന്നാണെന്ന് തോന്നുന്നു. കാരണം എത്ര ഡെലിവറി ബോയ്സ് എന്നറിയാം അവിടെ കാത്തിരിക്കുന്നത്. പീക്ക് ടൈമിൽ എനിക്ക് തോന്നുന്നു സിറ്റിയിലൊന്നും ഒരു ഡെലിവറി ബോയ്സും ഉണ്ടാവില്ല. ഫുൾ ആൾക്കാരും അവിടെ ഇങ്ങനെ പെറ്റിടക്കായിരിക്കും, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും മേ ബി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നല്ല വിടാണ്. അപ്പൊ ഗോ ടു ദ പാരഗൺ റെസ്റ്റോറന്റ്. അങ്ങനെ കാത്തിരിപ്പുകൾ ഏറ്റുവാങ്ങാനായി നമ്മൾ വീണ്ടും പാരഗൺ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ മാറ്റമുണ്ട്. ഒരു വെജ് ബിരിയാണിയും പൊറോട്ടയും ബ്രെഡുമാണ് നമുക്ക് എടുക്കാനുള്ളത്. പൊറോട്ട ബ്രെഡ്സോ? അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? രണ്ടും കൂടെ മിക്സ് ആക്കിയതാണോ? എന്തായാലും റെഡി ആവുന്നവരെ കാത്തിരിക്കാം. ഭാഗ്യത്തിന് വലിയ രീതിയിൽ കാത്തിരിക്കേണ്ടി വന്നില്ല. 8 മിനിറ്റ് വരെ കാത്തിരുന്നുള്ളൂ. 0350. ഇതെന്താ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ട് സ്റ്റേഷനിൽ നിർത്തുന്ന സ്ഥലമില്ലേ? ഇന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒറ്റ ഓർഡർ പോലും കിട്ടിയില്ല. സാധാരണ എല്ലാ ദിവസവും ഒരു 300 രൂപയെങ്കിലും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടണമായിരുന്നു. എന്റെ പൊന്നളിയാ, എനിക്ക് ഇന്നലെ മെനയാന്നൊക്കെ കിട്ടിയത് 2000 3000 ഒക്കെ. എന്റെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ ഉള്ളത് കൊണ്ട് ഞാൻ സ്വിഗ്ഗിക്ക് അങ്ങോട്ട് അടച്ചങ്ങ് ജീവിച്ചു പോയി. അക്കൗണ്ടിൽ തീരെ പൈസ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഓഫ് ആയി പോയേനെ, ഓവർ ലിമിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുന്നത് കാളൂർ റോഡ് ഭാഗത്തേക്കാണ്. തിരക്കാണല്ലോടെ. പാരഗണ്ട് അവിടെയാണ് ഗൈസ്. ഇവന്മാർക്ക് കുറച്ച് മുന്നോട്ടാക്കിട്ടോ പാർക്കിംഗ് എന്നൊക്കെ കയറ്റിയാ പോരെ. ഈ നടുറോട്ടിൽ നിന്ന് തന്നെ കയറ്റണോ? ഈ പാരഗൺ റെസ്റ്റോറന്റിന്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്തേക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഒന്നുകിൽ ഇവിടെ നിന്നിട്ട് നടു റോഡിൽ ബ്ലോക്ക് ആക്കിയിട്ട് വേണം ഇവന്മാർക്ക് ആളെ ഇറക്കാനും ആളെ കയറ്റാനും. എന്നാൽ പാർക്കിങ്ങിൽ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഇവിടം വരെ നടന്നാലിപ്പോ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? ഞാനിടയായിട്ട് തിരുവനന്തപുരത്ത് ലുലുമാളിൽ ഒരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ തിരുവനന്തപുരം മറ്റേ സുരാജ് പറയും പോലെ എന്താണ് കുഴപ്പം എന്നുള്ള ആ സാധനം ഇല്ലായിരുന്നു. പക്ഷെ നല്ല രസമാണ് ഇവിടുത്തെ ഭാഷ കേൾക്കാനായിട്ട് തിരുവനന്തപുരത്ത്. പിന്നെ നമ്മുടെ ഈ കോഴിക്കോട് ഭാഷയിൽ പൂള എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പ മരച്ചീനിയാണ് കേട്ടോ. പക്ഷെ തിരുവനന്തപുരം പോയി നല്ല മത്തിക്കറിയും പൂളയും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ അർത്ഥമാണ് പൂളയ്ക്ക്. തിരുവനന്തപുരം ലുലു മാളിന്റെ ഒരു ലുലു സ്ക്വാഡിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫൈറ്റ് ഒരു സ്റ്റണ്ട് പരിപാടി ഉണ്ടായിരുന്നു. ആ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തതും അതിനകത്ത് സ്റ്റണ്ടും ത്രിൽസും ചെയ്തതും ഞാൻ തന്നെയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ സിനിമാ പാട്ടുകളാണ്. അപ്പൊ കോപ്പിറൈറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമുക്കത് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടേക്കണം. അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാളൂർ റോഡ് ഭാഗത്തേക്കാണ്. 233 രൂപ നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നത്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ഞാൻ ആ കാളൂർ റോഡ് എൻഡ് ചെയ്യുന്ന ജംഗ്ഷൻ ഇല്ലേ, ഓക്കെ.
അപ്പോൾ ഇനി ഇന്നത്തെ ഏർണിങ്സ് നോക്കിയാലോ. ഇന്ന് മൊത്തത്തിൽ നമുക്ക് കിട്ടിയത് 946 രൂപയാണ് സുഹൃത്തുക്കളെ. പെട്രോൾ ആൻഡ് ഫുഡ് എക്സ്പെൻസ് നമുക്ക് 380 രൂപയുടെ എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് 600 രൂപയാണ് പ്രോഫിറ്റ്. 600 രൂപ കൂടാതെ ഇന്ന് നമുക്കൊരു കേക്കും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു കേക്കാണ്, ഉള്ളിൽ നട്ട്സൊക്കെ ഉള്ള ഒരു പ്ലം കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.